റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ പ്രതിസന്ധി ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചത്. റഷ്യൻ പ്രകൃതിവാതകത്തെ അമിതമായി ആശ്രയിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ബന്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതരായി. ഈ വലിയ വിടവ് നികത്താൻ യൂറോപ്പ് പ്രധാനമായും ആശ്രയിച്ചത് അമേരിക്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ അമേരിക്ക തന്നെ യൂറോപ്പിനെതിരെ പരസ്യമായ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ പരിസ്ഥിതി നയങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ വരും നാളുകളിൽ അവർ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ യൂറോപ്പ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഊർജ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന കൃത്യമായ സൂചനയാണ് അമേരിക്ക ഇതിലൂടെ നൽകുന്നത്. 2027 നടപ്പിലാക്കാൻ യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്ന മീഥെയ്ൻ ബഹിർഗമന നിയന്ത്രണങ്ങളാണ് പുതിയ തർക്കങ്ങൾക്ക് ആധാരം. പരിസ്ഥിതി മലിനീകരണവും ആഗോള താപനവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രസൽസ് ആസ്ഥാനമായുള്ള യൂറോപ്യൻ യൂണിയൻ ഈ കർശന നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ പ്രായോഗികമല്ലെന്നും ഇത് അന്താരാഷ്ട്ര വാതക വിപണിയെ തകിടം മറിക്കുമെന്നുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ നിലപാട്. യൂറോപ്പിലേക്ക് നിലവിൽ വലിയ തോതിൽ ദ്രവീകൃത പ്രകൃതിവാതകം കയറ്റി അയക്കുന്ന രാജ്യമാണ് അമേരിക്ക. പരിസ്ഥിതി നിയമങ്ങൾ കടുപ്പിക്കുന്നതിലൂടെ അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതിക്ക് യൂറോപ്പ് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. ഇത് തങ്ങളുടെ ബിസിനസിനെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് അമേരിക്കയെ കടുത്ത നിലപാടുകളിലേക്ക് നയിക്കുന്നത്. യൂറോപ്പിന്റെ ഈ പരിസ്ഥിതി നിർബന്ധ ബുദ്ധി അവർക്ക് തന്നെ വിനയാകുമെന്നാണ് ക്രിസ് റൈറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. വരും മാസങ്ങളിൽ ഈ വിഷയത്തിൽ ഇരുപക്ഷവും തമ്മിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പാണ്. 2027 എന്ന സമയപരിധി അടുത്തെത്തുന്തോറും സമ്മർദ്ദം ശക്തമാകും. ഒന്നുകിൽ യൂറോപ്പ് തങ്ങളുടെ കടുത്ത പരിസ്ഥിതി നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയും മറ്റു സഖ്യകക്ഷികളും പറയുന്ന ഗുരുതരമായ വേദന അനുഭവിക്കാൻ അവർ തയ്യാറാകേണ്ടി വരും. അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നായി ഈ ഊർജ തർക്കം മാറിക്കഴിഞ്ഞു. ഒരു വശത്ത് പാശ്ചാത്യ സഖ്യത്തിലെ വിള്ളലുകളാണ് ഈ തർക്കം കാണിക്കുന്നത്. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒന്നിച്ചു നിന്ന അമേരിക്കയും യൂറോപ്പും ഇപ്പോൾ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കൊമ്പുകോർക്കുകയാണ്. യുദ്ധകാലത്ത് യൂറോപ്പിനെ സഹായിക്കാൻ എന്ന പേരിൽ എത്തിയ അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ബ്ലാക്ക്മെയിൽ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ആക്ഷേപവും ശക്തമാണ്. യൂറോപ്പിലെ വ്യവസായ മേഖല പ്രധാനമായും പ്രകൃതിവാതകത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ വൻ ശക്തികളുടെ സാമ്പത്തിക അടിത്തറ ഇളക്കാൻ പോകുന്നതാണ് ഈ പുതിയ ഭീഷണി. വരും വർഷങ്ങളിൽ വാതക വില വീണ്ടും ഉയർന്നാൽ അത് യൂറോപ്പിൽ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമാകും. ജനങ്ങൾക്കിടയിൽ സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തമാകാനും ഇത് ഇടയാക്കും. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ യൂറോപ്പിന് മുന്നിൽ മറ്റു വഴികൾ വളരെ കുറവാണ്. വീണ്ടും റഷ്യയുടെ മുന്നിൽ പോയി കൈനീട്ടുക എന്നത് രാഷ്ട്രീയമായി അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതേസമയം ഹരിത ഊർജത്തിലേക്ക് പൂർണ്ണമായും മാറാൻ യൂറോപ്പിന് ഇനിയും വർഷങ്ങളുടെ സമയവും ഭീമമായ നിക്ഷേപവും ആവശ്യമാണ്. ഈ ഒരു ഇടവേളയിലാണ് അമേരിക്ക തങ്ങളുടെ കൃത്യമായ കരുനീക്കം നടത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ കേവലം പരിസ്ഥിതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അതിനു പിന്നിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടെന്നും ഈ സംഭവം തെളിയിക്കുന്നു. വികസിത രാജ്യങ്ങൾ പരിസ്ഥിതി നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് തങ്ങളുടെ വാണിജ്യത്തെ ബാധിക്കരുതെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ഈ നിലപാട് യൂറോപ്യൻ യൂണിയന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റഷ്യയിൽ നിന്നുള്ള ഇന്ധന വിതരണം നിർത്തലാക്കിയതിനു ശേഷം യൂറോപ്യൻ ജനത അനുഭവിച്ച ദുരിതങ്ങൾ ചെറുതൊന്നുമല്ല. ഫാക്ടറികൾ അടച്ചുപൂട്ടേണ്ടി വരികയും സാധാരണക്കാരുടെ വൈദ്യുതി ചാർജ് കുതിച്ചുയരുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ പ്രതിസന്ധിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരുമ്പോഴാണ് അമേരിക്കയിൽ നിന്നും അടുത്ത പ്രഹരം യൂറോപ്പിനെ തേടിയെത്തുന്നത്. വാതക വിതരണം തടസ്സപ്പെട്ടാൽ യൂറോപ്പിലെ വ്യവസായ മേഖല പൂർണ്ണമായും തകരുമെന്ന ആശങ്ക ശക്തമാണ്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ അത്ര പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറല്ല. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങൾ മുന്നിൽ തന്നെ നിൽക്കുമെന്ന ഉറച്ച നിലപാടിലാണവർ. വരാനിരിക്കുന്ന തലമുറയുടെ സുരക്ഷയ്ക്ക് പരിസ്ഥിതി മാനദണ്ഡങ്ങൾ കർശനമാക്കിയേ തീരുവെന്ന് യൂറോപ്യൻ യൂണിയൻ നേതൃത്വം വ്യക്തമാക്കുന്നു.
ഇതിനായി വൻകിട ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു തർക്കം അമേരിക്കയും യൂറോപ്പും തമ്മിൽ മാത്രമല്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ മറ്റു പ്രമുഖ വാതക കയറ്റുമതി രാജ്യങ്ങളായ ഖത്തറും അൾജീരിയയും ഈ വിഷയത്തിൽ അമേരിക്കയുടെ അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കർശനമായ മീഥെയ്ൻ നിയമങ്ങൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഈ രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട്. തത്ഫലമായി ഈ മൂന്ന് പ്രമുഖ ശക്തികളും ഒന്നിച്ച് യൂറോപ്പിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഖത്തറിനെ പോലെയുള്ള മിഡിൽ ഈസ്റ്റിലെ വലിയൊരു പങ്കാളിയെയും അൾജീരിയയെ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യത്തെയും പിണക്കുന്നത് യൂറോപ്പിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിലവിൽ റഷ്യൻ ഇന്ധനത്തിന് പകരമായി യൂറോപ്പ് ആശ്രയിക്കുന്ന പ്രധാന വാതിൽ ഈ രാജ്യങ്ങളാണ്. ഇവരെല്ലാവരും ഒന്നിച്ച് വാതക വിതരണത്തിൽ നിയന്ത്രണം വരുത്തിയാൽ യൂറോപ്പ് പൂർണ്ണമായും ഇരുട്ടിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ഊർജ്ജ യുദ്ധത്തിനാണ് കളമൊരുക്കുന്നത്.